ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മെയ് 15 ആണ്. സമയം 7:30. ഞാൻ കുറേ കാലമായിട്ട് എനിക്ക് ഈ സാത്വിക് ടീമുണ്ടല്ലോ, സാത്വിക് മൂവ്മെൻറ്റ്, സാത്വിക് ഫുഡ്സ് ഒക്കെ ചെയ്യുന്ന. അപ്പം എനിക്ക് അവരുടെ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് എങ്ങനെയാണ് ഈ ഫുഡ് പാറ്റേൺസും ഞാൻ അവരുടെ യോഗ ചെയ്യാറുണ്ട്, പക്ഷേ അതിൻ്റെയൊക്കെ കുറച്ച് എന്താ പറയുക, കൺസിസ്റ്റൻ്റ് ആവണേ, തലവർക്കാണ് ഞാൻ എണീറ്റുള്ളൂ. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി അങ്ങനെ ഒരു പ്രോഗ്രാം ജോയിൻ ചെയ്ത് കൂടെ ചെയ്യുന്നത് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം അങ്ങനെ ഒരു പരിപാടി ചെയ്യണമെന്ന് വിചാരിക്കുകയുണ്ടായി. സോ ഞാൻ മുന്നേ എടുത്തിട്ടുണ്ട് ഈ ജ്യൂസ് ചാലഞ്ചസൊക്കെ. ഞാൻ ഒരിക്കൽ അത് കാണിച്ചിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് ഒരാഴ്ച കൊണ്ട് നിർത്തേണ്ടി വന്നു. എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം എൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ല. ഇങ്ങനത്തെ ഞാൻ എന്തെങ്കിലും സെൽഫ് കെയർ സാധനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഓളത്തിന് അങ്ങ് ചെയ്യും എന്നുള്ളതല്ലാതെ. അപ്പോൾ ദിസ് ടൈം ഐ എം തിങ്കിങ് അബൌട്ട് ഡൂയിങ് ദിസ് സാത്വിക് ടീമിൻ്റെ കൂടെ ഒരു 3 days ജ്യൂസ് ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നേ അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, അവർ നമുക്ക് ആ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാകും. നമ്മൾ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് നോക്കേണ്ടത് ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെയുള്ള. അപ്പം ഈ ജ്യൂസ് ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നോട്ട് ജസ്റ്റ് എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കുടിക്കണം, അല്ല എന്തൊക്കെ കഴിക്കാൻ പാടില്ല, എന്തൊക്കെ കുടിക്കണം എന്നുള്ളത് മാത്രമല്ല, അലോങ് വിത്ത് ദാറ്റ് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ദേ ആർ പ്രൊവൈഡിങ് ക്ലാസ്സസ് ഓൾസോ അറ്റ് റെഗുലർ ഇൻ്റർവൽസ്. അപ്പോൾ ഇപ്പോൾ 7-8 മണിക്കാണ് എൻ്റെ ആദ്യത്തെ ജ്യൂസ് കുടിക്കേണ്ട സമയം. സോ ഐ വിൽ ഷോ യു എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് എൻ്റെ ബോഡിക്ക് ഓരോ ദിവസം എങ്ങനെ ഫീൽ ചെയ്യുന്നു, എനിക്കിതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ 3 ദിവസത്തെ ഞാൻ ഒറ്റൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ എനിക്കിപ്പോൾ ടയേർഡായിട്ട് ഫീൽ ചെയ്താലും ഐ ഫീൽ ലൈക്ക് ഐ എം ടോക്കിംഗ് ടു യു. അത് എങ്ങനെയാണ് ഞാൻ അതിനെ കോപ്പ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യം. ഞാൻ ഭയങ്കര അധികം മെറ്റബോളിസം കുറഞ്ഞിട്ടുള്ള ഒരവസ്ഥയിലും ഭയങ്കര ഡിമോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലും എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് എൻ്റെ വെയിറ്റ് ക്യാരി ചെയ്ത് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ്സ് വെൻ എനിക്ക് ഇൻഫ്ലമേഷൻ ഇഷ്യൂസും ഇതൊന്നും പോരാണ്ട് വെരി റീസെൻ്റ്ലി ഐ എം ഡയഗ്നോസ്ഡ് വിത്ത് ഫൈബ്രോമയാൾജിയ. അപ്പോൾ എനിക്ക് അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ നന്നായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. സോ സംഹൗ ഐ വോണ്ട് മൈ ബോഡി ടു ഫീൽ ലൈറ്റ്, to be back to my old routine which I miss very badly. അപ്പോൾ എനിക്ക് അതിലേക്കൊക്കെ എന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഈ ഒരു ചാലഞ്ചല്ല, ഈ ഒരു ജ്യൂസ് ഫാസ്റ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ്. ഓക്കെ, Day 2 of my juice diet. So today is May 16th. വൈകിട്ടൊരു 4 മണി. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ ഓർത്തു എന്നെയും കൊണ്ട് പറ്റത്തില്ല. പക്ഷെ Day 1 വാസ് ഓക്കെ. ഞാനങ്ങനെ ഇടയ്ക്ക് എനിക്കൊരു ബ്രേക്കൊക്കെ കൊടുക്കാറുണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, വലിയ കുഴപ്പമില്ലാന്ന്. അത് വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് അത്യാവശ്യം നല്ല രീതിയിലൊരു ക്ഷീണമൊക്കെ വന്നത്. പിന്നെ രാത്രി ആക്ച്വലി സൂപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സാത്വിക് മൂവ്മെൻറ്റിൻ്റെ കൂടെ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് ഫീൽ ലൈക്ക് നമ്മളെന്തോ ഭയങ്കര ടയറിങ് ആയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് കഷ്ടപ്പെടുകയാണെന്നുള്ളത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് അവർ ഫോം ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്. ആൻഡ് റെഗുലർ ഇൻ്റർവെൽസിൽ അവർ നമ്മൾക്ക് സെഷൻസ് തരുന്നുണ്ട്. സെഷൻ എന്ന് പറയുമ്പം മോർണിംഗ് ഒരു സെഷനുണ്ട്, ആഫ്റ്റർനൂൺ ഒരു സെഷനുണ്ട്, ഈവനിങ് ഒരു സെഷനുണ്ട്. അപ്പോൾ മോർണിംഗ് സെഷൻ ഇസ് മോർ ലൈക്ക് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള സെഷൻസാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഡീടോക്സ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ട് ഇത് ചെയ്യണം, നമ്മുടെ ഒരു വാട്ട് ആൻഡ് വൈ വി ആർ ഡൂയിങ് ദിസ്. അപ്പോൾ അത് നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാനായിട്ടുള്ളതാണ് ഈ ഒരു ജേർണിയിൽ അവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. സോ ദാറ്റ് വി ഡോണ്ട് ഗിവ് അപ്പ് ഈസിലി. അപ്പം പിന്നെ ഉച്ച കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി എന്താ പറയുക, കുറച്ച് ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മളുടെ സിമിലർ സിംറ്റംസ് നേരിടുന്ന ആളുകളെ പോലെയൊക്കെ കാണിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന സൊല്യൂഷൻസ് ഉള്ള രീതിയിൽ അപ്പോൾ നമുക്കും കിട്ടും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തലവേദന ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, അസിഡിറ്റി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ നമുക്ക് കുറച്ച് ലൈഫ് ലൈൻസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈവനിങ് ആകുമ്പോഴത്തേക്കും ആ ഹോൾ ഡേയിൽ ഇവർ പഠിപ്പിച്ച കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്വിസും പിന്നെ കുറച്ച് അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടിയൊക്കെയാണ്. ഓൺലി തിങ് ഇസ് ദാറ്റ് ഇതൊന്നും ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻസ് അല്ല.
പ്രീ റെക്കോർഡഡ് ആണ്, പക്ഷേ ദ എഫേർട്ട് ദേ ഹാവ് പുട്ട് ഇൻ ടു ദിസ് ഇസ് ട്രെമെൻഡസ്. അവർക്ക് കോൺട്രിബ്യൂഷൻസ് ആയിട്ടാണ് നമ്മൾ പൈസ കൊടുക്കുക. സോ ഓരോ ഇത്ര ഡേയ്സിന് ഇത്ര ഫീസ് എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ 3 ഡേയ്സിന് ദെയർ കോൺട്രിബ്യൂഷൻ സ്റ്റാർട്ട്സ് ഫ്രം 590 rupees. അത് തൊട്ട് ഐ തിങ്ക് 1990 2000 വരെ എന്തോ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. പക്ഷേ നമ്മൾ ആ കൊടുക്കുന്നതിന് വേർത്താണ് അവരെടുക്കുന്ന എഫേർട്ട് നമുക്ക് മനസ്സിലാകും. എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇൻ്റർനാഷണൽ ഗസ്റ്റുകളെ സ്പീക്കേഴ്സായിട്ട് വിളിക്കുന്നുണ്ട്, ആൻഡ് സൗണ്ട് ഹീലിംഗ് പ്രോസസ്സുകൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ അഗെയിൻ രാവിലെ നമുക്കൊരു സർപ്രൈസ് സാധനമായിരുന്നു യോഗ. ഇന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മാക്സിമം ശ്രമിച്ചു രാവിലെ 6 മണിക്ക് എണീക്കാനായിട്ട്. പക്ഷെ പെട്ടെന്ന് ആ ഒരു 8 മണി അല്ലെങ്കിൽ ഒരു 7-7:30 എണീക്കുന്ന ഒരു സാധനം എനിക്ക് 6 മണി ഷഡേന്നാക്കാൻ പറ്റണ്ടായില്ല. ബിക്കോസ് ഐ ഡിഡ്ന്റ് ഗെറ്റ് എ പ്രോപ്പർ സ്ലീപ്പ് യെസ്റ്റർഡേ. ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന്. പക്ഷേ ടു ബി ഫ്രാങ്ക് എനിക്ക് അത്ര നല്ലൊരു ഉറക്കം കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് രാവിലെ എണീക്കാൻ പറ്റിയില്ല. അപ്പം എനിക്കത് രാവിലെ ചെയ്യാൻ പറ്റിയില്ല. പറ്റിയാൽ ഞാൻ വൈകിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് യോഗ. എനിക്കറിയില്ല ഞാൻ ചെയ്യുമല്ലോ എന്ന്. പക്ഷേ ഈ ഒരു സമയം വരെ അറൗണ്ട് ഒരു 2 മണി 2:30 വരെ ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സമയാസമയങ്ങളിൽ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നു, അമ്മയ്ക്ക് ഒരു പോർഷൻ കൊടുക്കുന്നു, ഞാൻ വന്ന് കിടക്കുന്നു. ഇതല്ലാതെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണ്ടായില്ല. സെഷൻ പോലും ഉച്ചയ്ക്കത്തെ ഞാൻ കിടന്നുകൊണ്ടാണ് കേട്ടത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു സൗണ്ട് ഹീലിംഗ് സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് ആക്റ്റീവായി ഞാൻ. ആൻഡ് യെസ്, ദേ അലൗ us ടു റെസ്റ്റ്. അപ്പോൾ ഈ 3 ഡേയ്സ് ഞാൻ പുറത്തു പോകാനുള്ള പ്ലാൻസൊക്കെ മാക്സിമം ഞാനായിട്ട് അവോയ്ഡ് ചെയ്ത്, അല്ലെങ്കിൽ ചിലതൊക്കെ അവോയ്ഡായി പോയപ്പോൾ എനിക്ക് ചെറിയൊരു സന്തോഷം തോന്നി. ഓക്കെ, സന്തോഷം ആസന ഓക്കെ, ഞാനിനി അതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടണ്ടല്ലോ. കാരണം പുറത്ത് പോകുമ്പോൾ ഞാൻ ഇതൊക്കെ എന്ത് ചെയ്യും, ഈ സ്മൂത്തിയും സാധനങ്ങളൊക്കെ ഇനി അടിച്ചുകൊണ്ട് പോകണോ, അതിൻ്റെ ടേസ്റ്റ് മാറില്ലേ, നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത കോമ്പിനേഷൻ ഓഫ് സാധനമൊക്കെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ഞാൻ കഴിക്കേണ്ടതെന്നൊക്കെ ഞാൻ നാളത്തെ ഡേ എടുക്കുമ്പോൾ വിശദമായിട്ട് കാണിച്ചു തരാം. പക്ഷെ അത് ഞാൻ ഒരുപാട് കാണിക്കാത്തത് ബിക്കോസ് ഞാൻ പറയുന്ന രീതിയിലല്ല അത് അഡ്വക്കേറ്റ് ചെയ്യേണ്ടത്. അവരത് ചെയ്യുന്നതിന് ഒരു സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ റാൻഡംലി എല്ലാവരും അതിങ്ങനെ ചുമ്മാ അങ്ങ് ചെയ്യുന്നതിനേലും കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഐ ലെറ്റ് യു നോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് കുടിച്ചു പോകുന്നതല്ല, എന്നെ കൊണ്ട് ഒന്നും പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല തലവേദനയും, നല്ല തലവേദന വെച്ചാൽ അതികലശലായ തലവേദന. എനിക്ക് ഇന്നലെ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു ഐ എം ക്വിറ്റിംഗ് ദിസ്. ആൻഡ് ഇന്ന് എൻ്റെ അച്ഛൻ്റെ ഒഫീഷ്യൽ ബർത്ത്ഡേ ആണ് ആക്ച്വലി, May 16th എന്ന് പറയുന്നത്. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, സ്കൂളിൽ ചേർക്കാനൊരു ബർത്ത്ഡേയും അല്ലാണ്ട് ഒരു ബർത്ത്ഡേ ആണല്ലോ. അപ്പം അച്ഛൻ്റെ സ്കൂളിൽ ചേർക്കാനുള്ള ബർത്ത്ഡേ ആയിരുന്നു എന്ന്. അപ്പം അച്ഛൻ്റെ അമ്മയ്ക്ക് ലഡ്ഡുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, പഴംപൊരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് എൻ്റെ വിഷമം വരുന്നത്. പക്ഷേ അതിനുള്ള എന്താ പറയുക, നമ്മളെങ്ങനെ ടെംപ്റ്റേഷൻ ഒഴിവാവാം എന്നുള്ള സാധനം അവർ നമുക്ക് ക്ലാസ്സസിൽ പറഞ്ഞു തരുന്നുണ്ട്. സോ ഐ എം ട്രൈങ് ടു സ്റ്റേ അവേ ഫ്രം ഇറ്റ്. ഔട്ട് ഓഫ് സൈറ്റ് ഇസ് ഔട്ട് ഓഫ് മൈൻഡ് എന്നാണല്ലോ പറയുക. അപ്പം ഞാൻ അതിൻ്റെ കണ്ണിൽ പെടാതെ ശ്രമിക്കുന്നുണ്ട് മാക്സിമം. പക്ഷേ അനദർ തിങ് ഐ നോട്ടീസ് ഇസ് ജസ്റ്റ് വിത്ത് ദിസ് 2 ദിവസം ഞാൻ കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ ഈ ഒരു 1.25 ദിവസം കൊണ്ടുണ്ടാവുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഐ എം ഏബിൾ ടു ബ്രീത്ത്. ഞാൻ ലാസ്റ്റ് നന്നായിട്ട് ഇതുപോലെ ശ്വസിച്ചത് 2 weeks ബാക്ക്. ഞാനും അഞ്ജുവും കൂടി മിത്ര നികേതനിൽ ഒരു റിട്രീറ്റിന് പോകണ്ടേ. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ എനിക്ക് മൂഡ് പോയി. അന്നാണ് ഞാൻ നന്നായിട്ടൊന്ന് ശ്വസിച്ചത്. ഞാൻ ഇവിടെ ആവുന്ന സമയങ്ങളിൽ എനിക്കെപ്പോഴും ഭയങ്കര ഒരു സഫക്കേഷൻ ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. എനിക്ക് ബ്രെത്ത്ലെസ് ഒരു ഫീലിംഗ് മിക്കവാറും ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ശ്വാസം ഇങ്ങനെ ഇവിടെ തങ്ങി നിൽക്കും. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ദ ലങ്സ് എന്നൊരു ഫീലിംഗ് ആണ്. പക്ഷേ ഐ എം ഏബിൾ ടു ബ്രീത്ത് ബെറ്റർ. ഇൻ ബിറ്റ്വീൻ ഒരു കോൾ വന്നതാണ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, യെസ്, അപ്പോൾ എനിക്ക് നല്ലതായിട്ട് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ഡയറ്റ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ വയറ് കണ്ടിട്ട് എനിക്ക് സങ്കടമാവുന്നുണ്ട്. ബിക്കോസ് എനിക്ക് പൊതുവെ ഇച്ചിരി വണ്ണം വെച്ചാലും ഇച്ചിരി ഫ്ലാറ്റ് ബെല്ലി ആയിരുന്നു എനിക്കങ്ങനെ ഇങ്ങനെ എന്താ പറയുക, കുടവയറ് വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പണ്ട് എന്നെ ഹോസ്റ്റലിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ പേര് ക്രൂശിക്കുമായിരുന്നു, തെണ്ടി അവൾക്ക് മാത്രം വയറില്ല എന്ന് പറഞ്ഞിട്ട്. ബാക്കി എൻ്റെ കൈക്കൊക്കെയാണ് വണ്ണം കൂടുതലും, പക്ഷെ എനിക്ക് അങ്ങനെ കുടവയറ് വരാറില്ല. പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെ ഓവർ വെയ്റ്റായിട്ട് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല കുടവയറൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ പറയണ 1.25 ദിവസം കൊണ്ട് വയറ് ചുരുങ്ങി.
അപ്പോൾ മേ ബി അത് ഇങ്ങനെ ഞാൻ പട്ടിണിക്ക് കിടക്കുമൊന്നുമല്ലല്ലോ. ഹാവിങ് ലൈക്ക് ജ്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിലും അതും അതിൻ്റെ ഒരു ബാലൻസ് ഉണ്ട്. ഒരു ഫൗണ്ടേഷൻ ലെവൽ സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുള്ളവർക്ക് 2 ലെവൽസ് ഉണ്ട് സാത്വിക് മൂവ്മെൻറ്റിന്. ഫൗണ്ടേഷനും ഉണ്ട്, മാസ്റ്ററി ഉണ്ട്. നമ്മളുടെ ഒരു ബിഗിനർ ഇതൊക്കെ വെച്ചിട്ട് ഫൗണ്ടേഷൻ ലെവൽ ഞാൻ മുന്നേ ചെയ്യുന്ന ഫാസ്റ്റിനൊക്കെ പറഞ്ഞാൽ റമദാന് വർഷത്തിലൊരിക്കലൊക്കെ ഒരു ദിവസമൊക്കെ എടുക്കാറുണ്ട്, 1-2 ദിവസമൊക്കെ പോയാൽ ചിലപ്പോൾ എടുക്കാറുണ്ട് എന്നുള്ളതല്ലാതെ. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ജ്യൂസ് ഡയറ്റ് ഞാൻ എൻ്റെ സ്വന്തം തോന്നിവാസം കാണിക്കാറുണ്ടെന്നൊക്കെ അല്ലാതെ ഐ എം നോട്ട് എ റെഗുലർ ഫാസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഫൗണ്ടേഷൻ ലെവലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്മൂതി കഴിക്കാം, വൈകിട്ട് സൂപ്പ് കഴിക്കാം. മാസ്റ്റർ ലെവലിൽ പോകുമ്പോൾ ഒന്നും പറ്റില്ല, പ്യോർ ജ്യൂസസിൽ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പട്ടിണി കിടക്കുന്ന വികാരമൊന്നുമില്ല. നമ്മൾ കുറച്ചൊന്ന് ഇപ്പോൾ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന തലവേദന, അസിഡിറ്റി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷേ ആക്ച്വലി നമ്മളൊരു ദിവസത്തിൽ 4-5 തവണ എങ്ങാണ്ട് ജ്യൂസസൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടല്ല. പക്ഷെ വയറ് ഭയങ്കര എന്നോട് താങ്ക്സ് പറഞ്ഞു തുടങ്ങുന്ന പോലെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക്. ലെറ്റ്സ് സി, എനിക്കിത് നാളെയും കൂടെ പുഷ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. ഞാൻ ഒരുപാട് എന്നെ ശിക്ഷിക്കുകയൊന്നും അല്ല എന്ന് ഒരു ഫീലുണ്ട് എനിക്ക്. അപ്പോൾ എന്തായാലും നാളെയും കൂടെ ഞാൻ പുഷ് ചെയ്യും. പുഷ് ചെയ്യല്ല, നാളെയും കൂടെ ഞാൻ ചെയ്യും. 3 days ആണ്. അപ്പോൾ എന്തായാലും 3 days കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഇച്ചിരി ഡാർക്ക് സർക്കിൾസ് ഒക്കെ കുറഞ്ഞ പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞ മര്യാദയ്ക്ക് ഇന്നലെ ഉറങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ ഭയങ്കര ടയേർഡല്ലേ, പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. ഒന്ന് കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമുണ്ട്. കുളിക്കാത്തത് എൻ്റെ തെറ്റായിരുന്നു. കുളിക്കാത്തതിൻ്റേതായിട്ടുള്ള തലവേദനയായിരുന്നു പകുതിയും തോന്നുന്നു. അപ്പോൾ കുളിച്ച് കഴിഞ്ഞപ്പോൾ കുറേ സമാധാനമുണ്ട്. എന്തൊക്കെയോ കുറേ ഭാരമൊക്കെ ഇറങ്ങിയൊരു ഫീലുണ്ട്. അപ്പോൾ എന്തായാലും നൗ ഐ ഫീൽ എ ലോട്ട് ബെറ്റർ. അപ്പോൾ അതുകൊണ്ടാണ് കയ്യോടെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ തൊട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടായിക്കൊണ്ട് വിചാരിക്കുകയാണ്. പക്ഷെ അതൊന്നും നടപടിയില്ലല്ലോ. സോ ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് ടോക്ക് കാഷ്വൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ 2 ദിവസത്തെ എക്സ്പീരിയൻസ്. ഇനി 6 മണിക്ക് അടുത്ത സെഷൻ ഉണ്ട്. അതിന് മുന്നേ എനിക്ക് യോഗ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കണം, അറിയത്തില്ല. അത് ചെയ്യാൻ പറ്റിയാൽ വെൽ ആൻഡ് ഗുഡ്. ഇന്ന് പിന്നെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ, ഞാനൊരു ഡീക്ലട്ടർ സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ബാക്കി ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. പക്ഷെ അത്യാവശ്യം ഞാൻ ആക്ച്വലി ഐ വാസ് ഓൺ മൈ പീരിയഡ്സ് ടിൽ ഡേ ബിഫോർ യെസ്റ്റർഡേ. അപ്പോൾ പീരിയഡ്സ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ടോട്ടൽ ഒരു ഡീപ്പ് ക്ലെൻസിങ് പരിപാടി ചെയ്യാറുണ്ട്, എന്നെയും മുറിയേയും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ വാഷ്റൂമും ഒക്കെ അങ്ങനെയൊക്കെ അതിൻ്റെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് എൻ്റെ ഒരു ഡീപ്പ് കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇന്ന് ഈ ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് മാറ്റാം, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വൈകിട്ടത്തെ സൂപ്പും കൂടെ കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ വീട്ടിൽ ഭയങ്കര സുഖമാണ്. പച്ചക്കറിയൊക്കെ ഞാൻ കുറേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. കുടിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഇത് തീരും. ഇനി ബാക്കി നമുക്ക് നാളത്തെ പരിപാടി എന്തെന്ന് കാണാം. ഓക്കെ, ടുമോറോ ഐ വിൽ ലെറ്റ് യു നോ. 3 ദിവസം ഒരേ ഡയറ്റ്, ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും മാറ്റിയിട്ടില്ല. ഇന്ന് എനിക്ക് 5 മണിക്ക് എനിക്ക് ആക്ച്വലി കരിക്ക് കുടിക്കണമായിരുന്നു. പക്ഷേ കരിക്ക് എനിക്ക് കിട്ടാനില്ലെങ്കിൽ പോകാനുള്ള ആവതില്ല, വണ്ടിയും കേടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരിക്ക് മാറ്റി വേറെ ഓപ്ഷൻ എന്താണെന്ന് നോക്കണം. അതർവൈസ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ നാളെ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ജ്യൂസ് ഫാസ്റ്റൊക്കെ തുടങ്ങിയിട്ട് 5 ദിവസം കഴിഞ്ഞു. 3 ദിവസത്തെ ജ്യൂസ് ഫാസ്റ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇന്നലെ ഒരു ഹോൾ ഡേ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് 19th May ആണ്. സോ ഇന്നായിരിക്കും ഞാൻ ഈ വീഡിയോ പ്രോബബ്ലി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐ ക്യാൻ സീ മൈ സ്കിൻ താങ്കിങ് മീ, ഐ ക്യാൻ സീ മൈ സ്റ്റൊമക്ക് താങ്കിങ് മീ. പക്ഷേ ഇന്നലെ വൈകിട്ട് ഞാൻ ഒന്ന് പുറത്തു പോയി. 3 ദിവസം ഞാൻ എന്നെ തന്നെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. പക്ഷേ ഇന്നലെ ഞാനൊന്ന് പുറത്തു പോയി. മാക്സിമം ഞാൻ മൈൻഡ്ഫുള്ളായിട്ട് കഴിക്കാൻ ശ്രമിച്ചു. ഇന്നലെ ഉച്ച തൊട്ടാണ് നമ്മുടെ ഒരു നോർമൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക. നോർമൽ റെഗുലർ നമ്മൾ കഴിക്കുന്ന ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക. അതുവരെ മോർണിംഗ് കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവരെങ്ങനെയാണ് ഒരു ഫാസ്റ്റ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻ എന്താണ്, അത് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ആക്ച്വലി ബ്രേക്ക് ചെയ്യേണ്ടത്, പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ടൊരു ഫീസ്റ്റ് ചെയ്യല്ല വേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ഭയങ്കര കൃത്യമായിട്ടുള്ള നോളജ് തരുന്നുണ്ടായിരുന്നു. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഐ ലോസ്റ്റ് 3 kg ഇൻ ജസ്റ്റ് 3 days. അത് എൻ്റെ ബോഡിയിൽ മെജോറിറ്റി ഇൻഫ്ലമേഷനാണ് ആൻഡ് എൻ്റെ വാട്ടർ വെയ്റ്റ് കുറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ എല്ലാവർക്കും 3 ദിവസം കൊണ്ട് 3 കിലോ കുറയണമെന്നൊന്നുമില്ല. നമ്മുടെ ആ ഗ്രൂപ്പിൽ തന്നെ പലരും 2 കിലോ 1.5 കിലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആൻഡ് വെയ്റ്റ് ലോസ് അല്ല അതിൻ്റെ ഒരു ഉദ്ദേശം. വെയ്റ്റ് ലോസിലേക്ക് ഒരു ജേർണി നമുക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബോഡിക്ക് കിട്ടിയ ആ ഒരു ഉണർവ് കൊണ്ട് ബാക്കി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. സോ ബേസിക്കലി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും ഒരു പ്രാണശക്തി ഉണ്ട്. ലൈക്ക് നമ്മുടെ ഒരു മെറ്റബോളിസം റേറ്റ് ഒക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം.
അപ്പം എനിവേസ് എനിക്കത് കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട്, ഞാനപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ കാരണം എനിക്കിത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ കഴിക്കാൻ ശ്രമിക്കുമ്പോഴും ഐ എം നോട്ട് ഏബിൾ ടു ആക്ച്വലി ഭയങ്കര ഒത്തിരി അങ്ങ് ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ഞാനും എൻ്റെ ഒരു സിസ്റ്ററും കൂടെയാണ് പുറത്ത് പോയത്. ഞങ്ങൾ എന്നിട്ട് ഉച്ചയ്ക്ക് ചോറ് വാങ്ങിയിട്ട് മറ്റേ ഒരാൾക്കുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ അവർ തന്നിട്ടാണ്, അത് അവളും ഒത്തിരി കഴിക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു ഒന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം. ആ ഒന്ന് വാങ്ങിച്ചത് ഞങ്ങൾ രണ്ടുപേരും പകുതി കഴിച്ചിട്ട് ബാക്കി അവിടെ, ഐ മീൻ പകുതി പോലും കഴിച്ചില്ല, ബാക്കി അവിടെ ഇട്ടു. ഈവനിങ് നമ്മൾ ചായയോ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പറ്റുന്നില്ല. അപ്പം ടെക്നിക്കലി ഞാൻ ഒരുപാടൊന്നും ഇന്നലെ കഴിച്ചിട്ടില്ലെങ്കിലും എനിക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഫുള്ളാവാൻ തുടങ്ങി വയറ്. മറ്റേ കുടൽ ചുരയുന്നതിൻ്റെ പ്രശ്നമാണോ ഒന്നും അറിയില്ല. മേ ബി ഗോയിങ് ഫോർവേഡ് ഇനി എനിക്ക് ലൂസ് ചെയ്ത 3 കിലോ പെട്ടെന്ന് തന്നെ തിരിച്ച് വരുത്തണ്ട എന്നുണ്ട്. അപ്പോൾ എനിവേസ് എനിക്ക് സാത്വിക് മൂവ്മെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ ഭയങ്കര ഇഷ്ടമാണ്. എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് അവർ പറയുന്നത് എവറിത്തിങ് ക്യാൻ ബി റിവേഴ്സ്ഡ് വിത്ത് യുനോ ഗോയിങ് ബാക്ക് ടു ദി മദർ നേച്ചർ. നമ്മൾ ഫുഡ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബേസിക്കലി യെസ് ഇറ്റ് ഈസ് ട്രൂ, ബട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ 100% അത് ട്രൂ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ആ ഒരു ആസ്പെക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് അവരുടെ ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് തുടങ്ങുമ്പോൾ അവരുടെ ഒരു ചാലഞ്ചിൽ പാർട്ടായി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവർ എത്രത്തോളം എഫേർട്ട് അതിലേക്ക് ഇടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതാണ് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക കണ്ണ് തുറപ്പിച്ചൊരു സാധനം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഐ സ്റ്റാർട്ടഡ് അനദർ ചാലഞ്ച് വിത്ത് ദെം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇത്ര രാവിലെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ആൻഡ് യു നോ ദ ടൈം ഇസ് ജസ്റ്റ് 6 AM. സോ ആ ചാലഞ്ചിനെ പറ്റിയിട്ടും അതെങ്ങനെ പോകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറയാൻ വഴിയേ. അത് കുറച്ചൊരു ലോങ്ങർ ഡ്യൂറേഷനിലേക്കുള്ള ഒരു ചാലഞ്ചാണ്. ഐ വോണ്ടഡ് ടു പുഷ് മീ ഫോർ ദാറ്റ്. അപ്പം ഈ 3 ദിവസത്തെ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ മറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, എനിക്ക് എന്നെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ പറ്റി. ഓക്കെ, പെട്ടെന്ന് ഞാനങ്ങ് ഗിവ് അപ്പ് ചെയ്തില്ല. എനിക്ക് എത്രയോ തവണ വിശന്ന് തലവേദന എടുത്ത് തല കറങ്ങിയില്ല, പക്ഷെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അസിഡിറ്റിയൊക്കെ പോലെ ഫോം ചെയ്തിട്ട് എനിക്ക് പറ്റണില്ല എന്നുള്ള പോലെ ആയിട്ടുണ്ട്. മേ ബി ഐ ജസ്റ്റ് സ്ലീപ്പ് ദെൻ, അതല്ലാതെ ഞാൻ ഐ ഡിഡ്ന്റ് ക്വിറ്റ്. അപ്പോൾ സബാഷ് ബേട്ട, ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് എനിക്ക് എന്നോട് പറയാൻ പറ്റി ഈ ഒരു 3 ദിവസത്തെ ഇത് കഴിഞ്ഞപ്പോൾ. സോ അതായിരുന്നു എനിക്ക് എൻ്റെ ഫസ്റ്റ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായി ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുമ്പം ഞാൻ എഴുതിയ എൻ്റെ ഇൻറ്റൻഷൻ അതായിരുന്നു, ഐ വോണ്ട് ടു പ്രൂവ് മൈ സെൽഫ് ദാറ്റ് ഐ ഡോണ്ട് ഗിവ് അപ്പ് ദാറ്റ് ഈസിലി. യൂഷ്വലി എനിക്ക് കൺസിസ്റ്റൻസി വെക്കാൻ പറ്റുന്നില്ല എന്നാകുമ്പം പെട്ടെന്ന് ഞാൻ ഓടിപ്പോകുന്നത് ഓക്കെ എന്തെങ്കിലും പെട്ടായിട്ടാവട്ടെ, ഐ ഗോ ബാക്ക് ടു മൈ ഓൾഡ് റുട്ടീൻ എന്നുള്ള സാധനമായിരുന്നു, വിച്ച് വാസ് നെവർ എ റുട്ടീൻ. ഞാൻ പഴയതിലേക്ക് തന്നെ പോകുന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു. ദാറ്റ് എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് തരാനൊക്കെ ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. ഇന്നലെ പുറത്തേക്ക് ഇറങ്ങാനൊന്നും എനിക്ക് ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നില്ല, പക്ഷേ അതിനെയും ഞാൻ മറികടന്ന് ഞാൻ പുറത്തേക്കൊക്കെ പോയത് എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസിൽ നിന്നാണ്. ഇപ്പോൾ അടുത്ത ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതും യെസ് എനിക്ക് പറ്റും എന്ന് എന്നെ തന്നെ എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുമല്ലോ ആ ഒരു ചാലഞ്ചിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഐ ജസ്റ്റ് ഷോ യു ക്വിക്ക്ലി എന്തൊക്കെയാണ് ഈ 3 ദിവസം കുടിച്ചത് എന്നുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് വരാം. ഇതൊക്കെയായിരുന്നു നമ്മൾ 3 ദിവസം. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് തന്നെയാണ് 3 ദിവസം കുടിച്ചത്. ഞാൻ വേറെ ഒന്നും ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്തില്ല, എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് 5 മണിക്ക് ഐ ഡ്രാങ്ക് കോക്കനട്ട് വാട്ടർ ഓൺ day 1. ബാക്കി 2 ദിവസം ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഇൻസ്റ്റമാർട്ടിലൊക്കെ ഓർഡർ എന്ന് പറഞ്ഞാൽ പിന്നെ അത് വന്നിട്ട് അത് വെട്ടാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് ചെയ്തില്ല. സോ ഇൻസ്റ്റന്റ് ഞാൻ നാരങ്ങ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ മറ്റേ കുമ്പളങ്ങ ജ്യൂസ് രാവിലത്തെ ബാക്കി ഉണ്ടെങ്കിൽ അത് കുടിക്കുകയൊക്കെയാണ് ചെയ്തത്. പിന്നെ ഇതൊന്നും ആരും അങ്ങനെ പെട്ടെന്ന് ചാടിക്കയറി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം അവർ ചെയ്യുന്നതിനൊരു സിസ്റ്റമാറ്റിക് രീതിയുണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള വിൽ പവർ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. എനിവേസ് ദിസ് ഹെൽപ്ഡ് മീ അ ലോട്ട്. അപ്പോൾ ഇത് ഞാൻ മറ്റേ സാത്വിക് മൂവ്മെൻറ്റിൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ പ്രൊമോഷൻ ഒന്നുമല്ല, ഞാൻ സാത്വിക് മൂവ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാനല്ല ഉദ്ദേശിക്കണേ. വൺസ് ഇൻ എ വൈൽ നമ്മളിങ്ങനെയൊക്കെ ഒരു ചാലഞ്ച് നമ്മുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനും ബ്രെയിനും ഒക്കെ കൊടുക്കുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു, അതിനുള്ളൊരു പവർ നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് റിയലൈസ് ചെയ്യാനുള്ള മൊമെൻറ്റ്സ് ആണിത്. സോ ട്രൈ ടു ചാലഞ്ച് യുവർ സെൽഫ് ഫസ്റ്റ്.
നമ്മൾക്ക് കുറച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു പൊടിക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ നമുക്ക് എങ്ങനെ നമ്മളെ തന്നെ ബിലീവ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സെൽഫ് വർത്ത്, ഒരു സെൽഫ് എസ്റ്റീം, ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് അത് മാറുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ലെറ്റ് സി ആൻഡ് ഐ വിൽ പോസ്റ്റ് മൈ ഡേ 1 ആൻഡ് ഡേ 3 പിക്ചേഴ്സ്. ഇതിപ്പോൾ ഇന്നലെ ഞാൻ പുറത്തൊക്കെ പോയതിൻ്റെ ഒരു തിരി ആൻഡ് ഇന്ന് രാവിലെ എണീറ്റതിൻ്റെ ഒരു ഡൾനെസ് ഉണ്ട്. പക്ഷേ ഐ വിൽ ഷോ യു. ഓക്കെ, ബൈ.